കുട്ടി എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കരഞ്ഞ് വാശി പിടിക്കുകയാണെങ്കിൽ അവരെ പെട്ടെന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഫോൺ കൊടുക്കും അല്ലേ? പ്രശ്നം തൽക്കാലം സോൾവ് ആയല്ലോ എന്നായിരിക്കും നമ്മൾ ആലോചിക്കുന്നുണ്ടാവുക. എന്നാൽ യഥാർത്ഥത്തിൽ ആ മോശം ബിഹേവിയറിന് നമ്മൾ റിവാർഡ് കൊടുക്കുകയാണോ അതോ പണിഷ്മെൻറ്റ് കൊടുക്കുകയാണോ ചെയ്തത്? കൂടുതൽ ആലോചിച്ചാൽ മനസ്സിലാവും നമ്മൾ ആ നെഗറ്റീവ് ബിഹേവിയറിന് ഒരു സമ്മാനം കൊടുക്കുകയാണ് ചെയ്തതെന്ന്. 2000 ഇറങ്ങിയ ഒരു അമേരിക്കൻ മൂവിയുണ്ട്, ദ മിറാക്കിൾ വർക്കർ. അമേരിക്കയിലെ പ്രശസ്തയായ ഓത്തറായ ഹെലൻ കെല്ലറിൻ്റെ ജീവിതകഥയാണത്. അതിൽ ബധിരയും അന്ധയുമായ ഹെലൻ കെല്ലറിനെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന ആനി സുലിവൻ എന്ന ടീച്ചർ കാണുന്ന ഒരു രംഗമുണ്ട്. ഡൈനിങ് ടേബിളിൽ വെച്ച് വാശി കാണിച്ച് ബഹളം വെക്കുന്ന ഹെലൻ കെല്ലറിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അവരുടെ അമ്മ വായിലേക്ക് കാൻഡി തിരികെ കയറ്റുകയാണ് ചെയ്യുന്നത്. ഇത് കാണുന്ന ആ ടീച്ചർ അവരോട് പറയുന്നൊരു ഫേമസ് ഡയലോഗുണ്ട്, യു നോട്ട് ഹെൽപ്പിംഗ് ഹർ, യു ആർ ഹോൾഡിങ് ഹർ ബാക്ക്. ഇത് ജസ്റ്റ് മൂവിയിലെ ഒരു ഡയലോഗ് മാത്രമല്ല, ഇതൊരു സയൻസാണ്. കുട്ടികൾ ടാൻഡ്രം കാണിക്കുമ്പോൾ നമ്മൾ അവരെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഫോൺ കൊടുക്കുന്നത് ഒരു ഡിജിറ്റൽ പാസിഫയർ പോലെയാണ്. സൈക്കോളജിയിൽ നമ്മൾ ഇതിനെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നാണ് പറയുക. അതായത് ആ നെഗറ്റീവ് ബിഹേവിയറിനെ നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുട്ടി അപ്പോൾ ആലോചിക്കുന്നത്, ഞാൻ ബഹളം വെച്ചാൽ എനിക്ക് ഫോൺ കിട്ടും. അടുത്ത തവണ കുട്ടി അതിനേക്കാളേറെ ബഹളം വെക്കും. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് അവരുടെ മീഡിയ യൂസ് ഗൈഡ് ലൈനിൽ ക്ലിയറായി സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഇത്തരം ടാൻഡ്രം സിറ്റുവേഷനിൽ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഫോൺ യൂസ് ചെയ്യുന്നത് ലോങ് ടേമിൽ അവരുടെ ഇമോഷണൽ ഡിസ്റെഗുലേഷന് കാരണമാകുന്നു എന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഡോക്ടർ? ഫോൺ കൊടുത്ത് ഒരിക്കലും ഒത്തുതീർപ്പിന് ശ്രമിക്കരുത്. രണ്ടാമതായി, കുട്ടിയോട് ദേഷ്യം പിടിക്കാനും പാടില്ല. നമ്മുടെ കാംനെസ് ആണ് ആ സിറ്റുവേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കുട്ടിയുടെ അടുത്തിരുന്ന് കുട്ടിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അവരുടെ ഇമോഷനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഇത്തരം ടാൻഡ്രങ്ങൾ 2-3 മിനിറ്റിൽ കൂടുതൽ സാധാരണ നിലക്ക് നീണ്ടു നിൽക്കുകയില്ല. ആ സമയത്ത് അവരുടെ തിങ്കിങ് ബ്രെയിൻ, അതായത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് വർക്ക് ചെയ്യുകയേ ഇല്ല. ആ ഇമോഷണൽ ഹൈ സെറ്റിലായതിനു ശേഷം അവരോട് പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. കുട്ടികളെ വളർത്തുക, പ്രത്യേകിച്ച് ഇത്തരം വാശിയും ദേഷ്യമൊക്കെ കാണിക്കുന്ന സിറ്റുവേഷൻസ് മറികടക്കുക എന്നാൽ ഒരിക്കലും എളുപ്പമുള്ള കാര്യമല്ല. നമ്മളാരും ബാഡ് പാരൻ്റ് ആയതുകൊണ്ടല്ല ഇത്തരം സിറ്റുവേഷനിൽ ഫോൺ കൊടുക്കുന്നത്. ഇത്തരം സിറ്റുവേഷൻസ് എങ്ങനെ ഡീൽ ചെയ്യാം എന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ടിപ്സ് അടങ്ങിയ ഒരു ഗൈഡ് DMI ലഭിക്കാൻ വേണ്ടി ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യും.